വാട്സപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ് കാണുന്ന വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഞാൻ കുറച്ച് നേരം ലേറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ചുമ മാറിയിട്ടില്ല കേട്ടോ, പനി ഇപ്പോഴും ഉണ്ട്. എന്തായാലും ഏട്ടാ, അപ്പം എന്തായാലും ഇന്ന് പിന്നെ ഒരു സുവർണ ദിവസം തീരുന്നു. എനിക്ക് നാളെ ഒരു പ്രൊമോഷണൽ വീഡിയോ റെക്കോർഡ് ചെയ്യാറുണ്ട്. അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കണം. അപ്പോൾ ഇന്ന് എഴുതി കൊടുത്തിട്ട് നമുക്ക് നാളത്തേക്ക് റെക്കോർഡ് ചെയ്യാം. ഇപ്പം എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് വരാൻ സെക്കൻഡ് ക്യാമറമാൻ്റെ വീട്ടിലോട്ട്. അവൻ എന്തായാലും ബാംഗ്ലൂരിലോട്ട് കയറ്റുമതി ചെയ്ത് പോകാൻ പോവുകയാണ്, പിന്നെ തിരിച്ചു വരുന്നില്ല. അപ്പോൾ നമുക്ക് കണ്ടിട്ട് വരാം. വെള്ളമായതുകൊണ്ട് അഴുക്കായി പോകുന്നു എനിക്ക് തോന്നുന്നു. പക്ഷെ കംഫർട്ടബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. പിന്നെ വേണമെങ്കിൽ ഇട്ടുകൊണ്ട് പോവാം. ഇത് കംഫർട്ടബിൾ അല്ലാത്തതില്ല. ഇത് കണ്ട, ഇത് ഇറങ്ങിയിരിക്കുന്നുണ്ട ഇവിടെ. ഇതിലിറങ്ങിയിട്ടില്ല കണ്ട. ഇത് സെറ്റാ, ഇത് സെറ്റല്ല, ഇറങ്ങിയിരിക്കുന്നവൻ. എന്റെ ചെരുപ്പ് ടച്ച് ചെയ്ത് വരുന്ന അവരൊക്കെ എന്താ കുഴപ്പം? ഇത്ര ചിരിക്കുക എന്തിരിക്കുന്ന എന്നാന്ന് മനസ്സിലായില്ലേ? ഷാർക്കാണ്, ഷാർക്ക്. ഓൺലൈൻ കംഫർട്ട് ഒന്നും ഇല്ല. അത് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, നോക്കിട്ട് പറയാം. ഇതിന്റെ പൊക്കത്തോട്ടും ഉണ്ട് ഫുൾ കോസ്റ്റ്. ഷാർക്ക് ഫിന്നും ഷാർക്ക് ഹെഡും അതൊക്കെ വിട്ടിരിക്കുന്നു. നീ തന്നെ വണ്ടി ഓടിക്കും. വണ്ടി ഈ ചെരുപ്പില് ഓടിക്കാൻ ബുദ്ധിമുട്ട്. എങ്ങോട്ടാ പോകുന്നത്? എങ്ങോട്ട് പോണം? ഓഹോ, നീ ബാംഗ്ലൂരിൽ പോവല്ലേ? അപ്പൊ നിന്നെ ബാംഗ്ലൂരിന് ഓർമ്മയ്ക്ക് വേണ്ടി എവിടെയെങ്കിലും ഒക്കെ പോവാം. അപ്പൊ നമ്മള് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ദോശയും അപ്പവും ചിക്കനും ബീഫും എല്ലാം കഴിച്ച് ഞാൻ വയറ് നിറക്കട്ടെ. നീ ഡയറ്റിലല്ലേ? അപ്പൊ കഴിക്കത്തില്ലല്ലേ? ശരി, കുറച്ച്. ഇവന്റെ കണ്ണാടിയാണ്. എങ്ങനെയുണ്ട്? ഒരു അന്തന്റെ ലുക്ക് ഉണ്ട് എനിക്ക്. ഇതിപ്പോ അപ്പവും ബീഫും വന്നിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടുന്ന് നമ്മളിപ്പോൾ ബീച്ചിലോട്ട് പോയി, ഇവന് ബീച്ചിൽ പോകണമെന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ ജിമ്മിൽ പോയിരിക്കും. ജിമ്മിൽ ഇനിമോൽ കൺസിസ്റ്റൻ്റ് ആകുമ്പോഴാണ് ഞാൻ. മിക്ക കാര്യത്തിലും ഇപ്പോൾ കൺസിസ്റ്റൻ്റ് അല്ല, പക്ഷേ ഇനിമോൽ എല്ലാത്തിനും കൺസിസ്റ്റൻ്റ് ആയിരിക്കും. നമ്മളപ്പോൾ ബീച്ചിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് എന്തുകൊണ്ട് കാണാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലെറ്റ്സ് മീറ്റ് ന്യൂ പീപ്പിൾ എന്നൊക്കെ പറയാൻ ഞാൻ നോക്കാം. ഇരുട്ടത്താ കാരണം എപ്പോഴും ഇരുട്ടത്താ വരാറുള്ളത്. വെറുതെ കയറാൻ പറ്റും? വെറുതെ കയറാൻ നമ്മളുണ്ടാക്കി ചിരിക്കല്ലോ. ഇവിടെ പിന്നെയും ഫിഷ് വേൾഡ് വന്നാ. ഇനി എന്നെ പിടിച്ചിടരുത്. അവിടെ പോളാ. അപ്പൊ അവിടുന്ന് കറങ്ങി തിരിഞ്ഞ് നമ്മളിപ്പം വെള്ളം കുടിക്കാൻ വന്നിരിക്കുകയാണ്. ഇവിടെ കുടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ജിമ്മിൽ പോകുന്നതായിരിക്കും. ഇതുകൊണ്ട് അതും കറക്കിണ്ടിരിക്കുന്നു. നീ ഫുൾ ചാർജ് സോഡ കഴിച്ചിട്ടില്ലല്ലേ? കഴിക്കും. കുടിച്ചോ? ഒറ്റടി കുടിച്ചോ? എല്ലാം വീഴ്ത്തിട്ട് നാളത്തേക്ക് കുടിക്കാനാണ്. അപ്പൊ ഇവനെ വീട്ടിൽ വിട്ടിട്ട് നമുക്ക് ജിമ്മിലോട്ട് പോകണം. ഇവനും വരും ജിമ്മില്. അപ്പൊ ഞാനിവിടെ നടക്കട്ടെ. വരത്തില്ലേ? അപ്പം ഇപ്പൊ ജിമ്മിൽ വരുമല്ല, മറക്കരുത്. നീ ഹെൽമെറ്റ് പിന്നെയും വെക്കുന്നത്. അതായിട്ട് മൂവിക്ക് പോകുന്നുണ്ട്. അത് വരുന്നുണ്ടാ? പിന്നെ ഞാൻ വർക്ക് ചെയ്ത മൂവി. നീ വർക്ക് ചെയ്ത മൂവിയാ? നീ വലിയ ആളാണല്ലേ? അതിനായിട്ട് ഞാൻ സബോളയായിട്ട് ഞാൻ എന്ത് ബന്ധം? ഞാൻ ഇപ്പൊ ജിമ്മിൽ പോവുക. ജിമ്മിൽ പോയിട്ട് കുറെ നാളായല്ല. ചില ആൾക്കാർ കണ്ണുവെച്ചാണ് വീഡിയോ എടുക്കാനും ജിമ്മിൽ പോകാനും. അല്ലാതെ വീഡിയോ എടുക്കുന്നതാണ് എന്റെ ജോലി. ശരി എന്നാ കുഴപ്പമില്ല. ആറിക്കറങ്ങാനും ജിമ്മിൽ പോകാനും അല്ലാതെ സമയമില്ല. ഇങ്ങനെ സമയമില്ല. ഗുരുവായൂർ പോണം. ഗുരുവായൂരാ? പോവാൻ പോവാ. സ്വന്തമായിട്ട് പോയാൽ മതി. ഇല്ല, സ്വന്തമായിട്ടല്ല. സ്വന്തമായിട്ട് ഇയാൾക്ക് ഇപ്പൊ ഡ്രൈവിംഗ് എല്ലാം ഓക്കെ ആയില്ല. ബുദ്ധിമുട്ടാണെന്ന് ഓർത്താണ് നമ്മളിത് മാറ്റി വെക്കാം. ഇനി മാറ്റി പിന്നെയും വെച്ചാൽ മതി. ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചു. ഇല്ല, കാറൊന്നും എടുക്കണം, പോണം. ഇല്ല പുതിയ കാർ എടുത്തിട്ട് വേണം നമുക്ക് നോക്കാം. അയ്യടാ, പുതിയ കാർ എടുത്തിട്ട് പോയിക്കോണാന്ന്. ഇവിടെ അത് കഴിഞ്ഞിട്ട് ഗുരുവായൂർ പോയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്ത് മാറ്റാനുണ്ട്. സ്വന്തമായിട്ട് ചെയ്താൽ മതി. കൊള്ളാം. ഞാൻ ജിമ്മിലോട്ട് ഇറങ്ങുകയാണ്. ഇനി മുതൽ കൺസിസ്റ്റന്റ്. ബാക്കിയുള്ള യൂട്യൂബേഴ്സിന് കണക്കല്ലേ, ഞാൻ കൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും. കുറച്ച് അവരുടെയൊക്കെ നിങ്ങൾക്ക് മിസ്റ്റേക്ക് കാണുമായിരിക്കും. എന്നാലും ഇവിടം വരെയൊക്കെ ഞാൻ ഇവിടെ എന്തെങ്കിലുമൊക്കെ എത്തിക്കാമെങ്കിൽ ബാക്കിയും ചെയ്യും.
ബൾക്ക് എന്ന് പറഞ്ഞിട്ട് ഉള്ള വണ്ണം ഫുള്ളും പോയതിൻ്റെ ഞാൻ മെലിഞ്ഞിരിക്കുക. ഇനി ഞാൻ ബൾക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ ബീഫ് മേടിച്ച സമയത്തും കാലത്തും ഇനി മുതൽ രാവിലെ ബീഫ് മേടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ബൾക്ക് ചെയ്യും. എൻ്റെ വീട്ടിൽ ഞാൻ സമയത്ത് ആരെങ്കിലും ഫുഡും പോയി മേടിച്ചുകൊണ്ട് വരണം. അതാണ് എൻ്റെ ബൾക്ക് ഫുള്ളും ശോകമായത്. ഫുഡ് മേടിച്ചുകൊണ്ട് വന്നാൽ അറ്റ്ലീസ്റ്റ് ഉണ്ടാക്കിയിരിക്കുമ്പോൾ കഴിക്കാനും തോന്നും. ഇത് മേടിച്ചുകൊണ്ട് വരാതെ എല്ലാം കൂടി വൈകുന്നേരത്തെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. ഡെയിലി പോയിട്ട് കൺസ്റ്റൻ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്യട്ടെ ഇന്നത്തെ മഹാ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. ഒട്ടും ശീലം പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ എനിക്ക് വർക്കൗട്ട് അത്രയ്ക്ക് ഇഷ്ടമൊന്നും അല്ലാത്തതാണ്. അപ്പോൾ ശീലം കൂടി പോയി കഴിഞ്ഞാൽ അങ്ങനെ മഹാ ടാസ്ക്. ഞാൻ മൂവിക്ക് വേണ്ടി പോകുമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അവന് വേണ്ടി ഞാൻ വിളിക്കുക. അവൻ വർക്ക് ചെയ്ത മൂവി നമ്മൾ കാണാൻ പോവുകയാണ്. പയ്യൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അവൻ കാറിലൊക്കെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച് തെറ്റിപ്പോയി. അവൻ കാരണം ഇനി ഞാൻ ഹെൽമെറ്റ് ഒക്കെ എടുത്ത് വെക്കണം. ഉള്ള മുടിയും കുളമാകും. അപ്പോൾ നമ്മൾ ടിക്കറ്റിലെത്തി ഗൈസ്. ഐഡന്റിറ്റി എന്ന് പറയുന്ന പടമാണ്. ഞാൻ കണ്ടിട്ട് പറയാനുണ്ടെന്ന്. അവൻ ടിക്കറ്റ് പോലും എടുത്തിട്ടില്ല. വെറുതെ ഓടുന്നത്. ഇവന്റെ പടം കണ്ട് ഇനി ഇത് ഒരു ഫുൾ പടം കണ്ടത് തന്നെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. പകുതി കണ്ടാൽ മതിയായിരുന്നു അല്ലേ? പകുതിക്ക് ഇറങ്ങി പോകേണ്ട പടമായിരുന്നു. നല്ല പടമായിരുന്നു. എന്തായാലും മാർക്കിനെക്കാട്ടി വെച്ചു. ഇത്രയും നല്ല പടമായിരുന്നു. അതെങ്ങനെ കണ്ട് ചിലവരൊക്കെ പറയും. പാർക്കിംഗ് ഏരിയ ഇവന്റെ വണ്ടി മാത്രമേ ഉള്ളൂ. അത്രയ്ക്ക് ഗംഭീരം ഫുൾ പാക്ക് മൂവിയായിരുന്നു. മൂവിയിലൊക്കെ ആയല്ലേ, എന്താ പറയാനുള്ളത്? സന്തോഷം. ഇവന്റെ ബെസ്റ്റ് പാട്ടെന്ന് അറിയാം. ഇവന്റെ ബെസ്റ്റ് പാട്ടെന്ന് പറയുന്നത് അഭിനയിക്കുന്ന പാട്ട് ഒരു ബ്രിഡ്ജ് വരും CGI. അത് ഇവൻ ചെയ്തതാ. കണ്ട, ഇവൻ തന്നെയാണ്. നിങ്ങൾ ഈ പടത്തിനകത്തൊരു ബ്രിഡ്ജ് കണ്ടു കഴിഞ്ഞാൽ ഇവനാണ്. കാർ ചേസിന് ഇടക്ക് അതൊക്കെ ഒരു ഇവരാണ്. സ്ഥലം കാലിയാക്കി അവനിനി പോയി സ്റ്റാറ്റസ് ഇടും അവന്റെ പടം എന്നും പറഞ്ഞു വിറ്റ. അപ്പൊ എന്തായാലും അമ്മയൊക്കെ അച്ഛനൊക്കെ ഉറങ്ങി കാണും. കരീംബായി മാത്രം മുമ്പിൽ ഇരിപ്പുണ്ട്. കരീംബായി ഇരിക്കുന്നു അവിടെ ചേരാൻ. അപ്പൊ ഇന്നത്തെ നമുക്ക് നാളെ കാണാം. ടേക്ക് കെയർ.